ഹായ് ഓൾ, വെൽക്കം ടു ടെക്ഗുരു FT യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹരിപ്രസാദ്, ഞാനാണ് നിങ്ങളുടെ ഓൺലൈൻ ട്യൂട്ടർ. ഇവിടെ നമ്മൾ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, സെർവർ ബേസ്ഡ് സർവീസസ്, അഷൂർ, AWS, M365 തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ടോപ്പിക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനും അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, സോ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ROD ADDC അഡീഷണൽ ഡൊമൈൻ കൺട്രോളറും പിന്നെ അതുപോലെ RODC റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളറുമാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഉള്ള DC തന്നെ എടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേ DC നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കോൺഫിഗറേഷനൊക്കെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സെർവറിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് തന്നെയാണ് നമ്മളെ DC. അതിന് ശേഷം നമ്മൾ 2019 സെർവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മെഷീനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഷീൻ നമ്മളൊന്ന് ജസ്റ്റ് ഡൊമൈൻ അണ്ടറിൽ മെമ്പർ ആയിട്ട് കീപ്പ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് വേറെ സർവീസസ് ഒന്നും നമ്മളൊന്ന് ഇൻസ്റ്റാൾഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മെഷീൻ ഓൾറെഡി ഡൊമൈൻ അണ്ടറിലാണ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഡൊമൈൻ necroman.local എന്ന് വന്നിട്ടുണ്ട്. മീൻസ് പിന്നെ മാത്രമല്ല നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് ഡൊമൈൻ യൂസർ വെച്ചിട്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ അഡീഷണൽ ഡൊമൈൻ കൺട്രോളറായിട്ട് പ്രൊമോട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗിൽ നമുക്ക് ഒരു DC ഉണ്ട്. നമ്മുടെ DC ഈ 2020 സെർവറാണ്. ഇത് നമ്മുടെ DC ആണ്. അപ്പോൾ ഇതിന് ഇപ്പോൾ എന്തുണ്ട്, നമുക്കിവിടെ DCക്കകത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ഇവിടുന്ന് കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൽ എടുക്കാൻ പറ്റും. അത് തുറന്നതിന് ശേഷം അവിടെ ഡൊമൈൻ കൺട്രോളേഴ്സ് എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 2022 വിൻഡോസ് 2022 തന്നെ ഈ ഒരു സെർവർ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ അഡീഷണൽ നമ്മുടെ ഡൊമൈൻ കൺട്രോളറായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും കമ്പ്യൂട്ടേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വിൻഡോസ് 2019 നമ്മൾ നേരത്തെ തുറന്നു വെച്ച മെഷീൻ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്നുള്ള ലേബലാണ് ഇവിടെ കിടക്കുന്നത്. ഒരു ഡൊമൈൻ കൺട്രോളർ അല്ല, ജസ്റ്റ് ഡൊമൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു നോർമൽ മെഷീൻ പോലെ തന്നെയാണ് അത് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ഡൊമൈൻ കൺട്രോളറായിട്ട് പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ CMD NS ലുക്കപ്പ് ഓൾറെഡി അത് റിസോൾവ് ആവുന്നുണ്ട്. മീൻസ് ഇത് എല്ലാ തരത്തിലും കണ്ടീഷൻ നോക്കാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട എന്താണ്, നെക്സ്റ്റ് റോൾസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. സോ ജസ്റ്റ് റോളിൽ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ആഡ് ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ബാക്കി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. റീസ്റ്റാർട്ട് ഡെസ്റ്റിനേഷൻ സെർവർ ഓട്ടോമാറ്റിക്കലി ഇഫ് റിക്വയർഡ്, ദെൻ ഇൻസ്റ്റാൾ. സോ ഈ ഒരു സർവീസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ അഡീഷണൽ ഡൊമൈൻ കൺട്രോളറായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാം. ഇനി എന്ത് ആവശ്യത്തിനാണ് നമുക്ക് അഡീഷണൽ ഡൊമൈൻ കൺട്രോളേഴ്സ് വേണ്ടി വരിക, നമുക്ക് എന്ത് പർപ്പസിനായിരിക്കും? അത് മൾട്ടിപ്പിൾ റീസൺ കൊണ്ട് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്കൊരു ഹെഡ് ഓഫീസും 10-20 ബ്രാഞ്ചസും ഉണ്ട്. ഓരോ ബ്രാഞ്ചിലും 100 കണക്കിന് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു സിംഗിൾ DC മാത്രം വെച്ചുകൊണ്ട് ആ ഒരു എൻറ്റയർ നെറ്റ്വർക്ക് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാനും യൂസേഴ്സിൻ്റെ ലോഗിൻ, മറ്റ് സിസ്റ്റത്തിൻ്റെ ഒതൻറ്റിക്കേഷൻ, മറ്റ് റൂളുകളൊക്കെ കൃത്യമായിട്ട് പുഷ് ചെയ്യുക, അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് വേണം എന്ത് ചെയ്യാം, ഓരോ ബ്രാഞ്ചിലും ഓരോ അഡീഷണൽ ഡൊമൈൻ കൺട്രോളേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. മെയിൻ പ്രൈമറി ഡൊമൈൻ കൺട്രോളർ നമ്മളുടെ ഹെഡ് ഓഫീസിലിരിക്കും. ഓരോ ബ്രാഞ്ചിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു അഡീഷണൽ ഡൊമൈൻ കൺട്രോളേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒതൻറ്റിക്കേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. അവിടെയുള്ള സിസ്റ്റം അഡ്മിനോ മറ്റ് നെറ്റ്വർക്കിങ്ങിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കോ ഈ ഡൊമൈൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മാനേജ് ചെയ്യാം. ഹെഡ് ഓഫീസിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ എന്ന് പറയുമ്പോൾ ഒരു പ്രൈമറി ഡൊമൈൻ കൺട്രോളറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കപ്പാസിറ്റിയും പവറും അതിനുണ്ടാവും. 1-2 ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. നമ്മൾ അന്ന് സംസാരിച്ച പോലെ ഫോറസ്റ്റ് വൈഡ് ഉള്ള FSMOs അത് പ്രൈമറി ഡൊമൈൻ കൺട്രോളറിൽ മാത്രമായിരിക്കും. അഡീഷണൽ ഡൊമൈൻ കൺട്രോളറിൽ ഉണ്ടാവുന്നത്
ബാക്കിയുള്ളത് മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അഡീഷണൽ ഡൊമൈൻ കൺട്രോളറും സെയിം ആണ്. അപ്പം ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഒരു അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം? റോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഈ എക്സ്ക്ലമേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് DC പ്രൊമോട്ട് ചെയ്യാനുള്ള ആ ഒരു വിൻഡോ, നമ്മൾ മുന്നേ കണ്ട അതേ വിൻഡോ ഇവിടെ നമുക്ക് തുറന്നു വരും. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ആഡ് എ ഡൊമൈൻ കൺട്രോളർ ടു ആൻ എക്സിസ്റ്റിംഗ് ഡൊമൈൻ. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് പുതിയ ഡൊമൈൻ ആഡ് ചെയ്യല്ല വേണ്ടത്, പുതിയ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യല്ല വേണ്ടത്. ഉള്ള ഡൊമൈനകത്തേക്ക് നമുക്ക് പുതിയ ഡൊമൈൻ കൺട്രോളർ ആഡ് ചെയ്യണം. ഓൾറെഡി ഡൊമൈൻ നമുക്ക് സെലക്റ്റഡ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു സെർവർ 2019 സെർവർ ഓൾറെഡി ഈ ഡൊമൈൻ്റെ മെമ്പറാണ്. അതുകൊണ്ട് ഡൊമൈൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റഡ് ആയിരിക്കും. നമ്മൾ ആ ഡൊമൈനകത്തുള്ള അഡ്മിൻ യൂസറായി ലോഗിൻ ചെയ്തതുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സെലക്റ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് കൊടുത്തിട്ട് അത് മാറ്റാനും പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ചോയ്സ് വരും. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അഡീഷണൽ ഡൊമൈൻ കൺട്രോളറിനകത്ത് DNSന്റെ സെറ്റിങ്സ് വേണോ, ഗ്ലോബൽ കാറ്റലോഗ് വേണോ? ഇത് നമ്മൾ ടിക്ക് ഒഴിവാക്കുകയാണെങ്കിൽ ഈ 2 ക്വറി നടക്കുന്ന സമയത്തും പ്രൈമറി DCയിലേക്ക് ഇതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇതിൻ്റെ കയ്യിൽ ഡാറ്റ ഇല്ല. അപ്പോൾ യൂഷ്വലി നമുക്കത് വെച്ച് ചെയ്യുന്നതാണ് ബെറ്റർ. എന്തെങ്കിലും സ്പെസിഫിക് സെക്യൂരിറ്റി റീസൺസ് കൊണ്ടോ എന്തെങ്കിലും സ്പെസിഫിക് റീസൺ കൊണ്ടോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഒഴിവാക്കിയിട്ടും ചെയ്യാം. ഇത് ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ADDC, ഈ അഡീഷണൽ ഡൊമൈൻ കൺട്രോളറിൻ്റെ IP ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ ബ്രാഞ്ചിലുള്ള മെഷീൻസിൽ സെറ്റ് ചെയ്യാൻ പാടില്ല. പകരം DNSന്റെ സെറ്റിങ്സ് കൊടുക്കേണ്ടത് പ്രൈമറി DCയുടെ ആയിരിക്കണം. കാരണം ഇതിൽ DNS സെറ്റിങ്സ് ഇല്ലെങ്കിൽ. ഓക്കെ, പിന്നെ സൈറ്റ് തൽക്കാലം അത് ഡിഫാൾട്ട് ഫസ്റ്റ് സൈറ്റ് തന്നെ കീപ്പ് ചെയ്യുക. അതെന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. റെപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡാണിത്. ഓക്കെ, സോ നെക്സ്റ്റ് കൊടുക്കുക. DNS ഡെലിഗേഷനും കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ഓൾറെഡി DNS ഇല്ല. ഉള്ള DNS ഇതിലേക്ക് ഒരു കോപ്പി റെപ്ലിക്കേറ്റ് ആവുകയാണ് ചെയ്യുക. സോ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഇവിടുന്ന് ചോദിക്കും എവിടെ നിന്ന് റെപ്ലിക്കേറ്റ് ആവണം. ബാക്കി ഇൻസ്റ്റാൾ മീഡിയ കാര്യങ്ങളൊന്നും തൽക്കാലം നമുക്ക് മൈൻഡ് ചെയ്യേണ്ട. ഇവിടെ ഈ ഒരു കാര്യമാണ് അടുത്ത ഇമ്പോർട്ടൻസ് സെറ്റിങ്സ്. എവിടെ നിന്ന് നിങ്ങൾക്ക്, ഏത് DCയിൽ നിന്ന് നിങ്ങൾക്ക് റെപ്ലിക്കേഷൻ കിട്ടണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഡൊമൈൻ കൺട്രോളേഴ്സ് ഒരു ഡൊമൈനകത്തുണ്ടെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ഡൊമൈൻ കൺട്രോളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരെണ്ണം US, ഒരെണ്ണം UK, 2 ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും റെപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാൻ ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാൻ നല്ലത് ഇന്ത്യയിലുള്ള 2ാമത്തെ ഡൊമൈൻ കൺട്രോളർ ആയിരിക്കും ചൂസ് ചെയ്യാൻ ബെറ്റർ. കാരണം കുറച്ചുകൂടെ നമുക്ക് ജിയോഗ്രാഫിക്കലി അടുത്താണ്. അപ്പോൾ ലേറ്റൻസി വളരെ കുറവായിരിക്കും. നമുക്ക് കണക്ഷൻ വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് നമുക്കത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റെപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് നിയറസ്റ്റ് ഏതാണോ അവിടുന്ന് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ എനി ഡൊമൈൻ കൺട്രോളർ കൊടുത്താലും അത് കുഴപ്പമൊന്നുമില്ല. സോ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ അഗൈൻ പാർട്ടീഷൻ സെറ്റിങ്സ് ആണ്, അതിലൊന്നും ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കൊടുക്കുക. ഇത് നമ്മൾ ഇതിനെ ടോട്ടൽ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന സെറ്റിങ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെയും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. നെക്സ്റ്റ് കൊടുക്കുക. ദെൻ പ്രീ റിക്വസൈസും കാര്യങ്ങളും ചെക്കിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ സെർവർ ആസ് യൂഷ്വൽ റീസ്റ്റാർട്ട് ആവും. വൺസ് ഇത് റീസ്റ്റാർട്ട് ആയിട്ട് തിരിച്ച് ഓൺ ആയി വരുന്ന സമയത്ത് നമ്മളുടെ necroman.local എന്ന് പറയുന്ന DCക്കകത്ത് ഉള്ളൊരു ഡൊമൈൻ കൺട്രോളറായി, ആ ഒരു ഡൊമൈനകത്ത് ഉള്ളൊരു ഡൊമൈൻ കൺട്രോളർ ആയിട്ടായിരിക്കും ഇത് ഇനി ഓൺ ആയി വരുന്നത്. അപ്പോൾ നമുക്ക് DCക്കകത്ത് നമ്മൾ നേരത്തെ കണ്ട അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രൊമോഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓൾറെഡി സൈൻഡ് ഔട്ട് ആണ്. റീസ്റ്റാർട്ട് ചെയ്യാൻ പോകാണെന്നുള്ള വാർണിംഗ് വന്നു. വിത്തിൻ സെക്കൻഡ്സ് അത് റീസ്റ്റാർട്ട് ആവും. അത് ക്ലോസ് ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. താനെ ക്ലോസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ മെഷീൻ റീസ്റ്റാർട്ടിന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് DCക്കകത്ത് കയറിയിട്ട് ഒന്നുകൂടെ ഇവിടെ റീഫ്രഷ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. കമ്പ്യൂട്ടേഴ്സിനകത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ 2019 മെഷീൻ ഇനി ഇവിടെ കാണാൻ പറ്റില്ല. കാരണം ആ മെഷീൻ ഇനി എന്താണ്, വേറൊരു ഡൊമൈൻ കൺട്രോളറാണ്. ഓക്കെ, 2022 ആണ് നമ്മളെ പ്രൈമറി DC, 2019 നമ്മൾ അഡീഷണൽ ഡൊമൈൻ കൺട്രോളറാണ്. പിന്നെ എങ്ങനെ നമുക്ക് അഡീഷണൽ ഡൊമൈൻ കൺട്രോളറിനെയും പ്രൈമറി ഡൊമൈൻ കൺട്രോളറിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് FSMO എവിടെയാണെന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. FSMO ക്വറി ചെയ്യാനൊരു കമാൻഡ് ഉണ്ട്.
നമുക്കത് അടിച്ചു കൊടുത്താൽ മതി. ഇനി അതല്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേ കാര്യം നമുക്ക് ഗ്രാഫിക്കലിയും ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ, ഇപ്പം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, ചേഞ്ച് ഡൊമൈൻ, നെക്രോമാനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, ഓപ്പറേഷൻ മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാം RID മാസ്റ്റർ വിൻഡോസ് 2022 ആണ്, അതുപോലെ തന്നെ PDC മാസ്റ്റർ വിൻഡോസ് 2022 ആണ്, ഇൻഫ്രാസ്ട്രക്ചർ മാസ്റ്റർ വിൻഡോസ് 2022 ആണ്. ഇത് നമ്മൾ പ്രൈമറി DC-ക്കകത്ത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇതേ കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടി അഡീഷണൽ ഡൊമൈൻ, ഇപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്ത അഡീഷണൽ ഡൊമൈൻ കൺട്രോളറാണ് ഈ ഒരു മെഷീൻ 2019 മെഷീൻ. നമുക്ക് ഇതേ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അവിടെ എന്ത് വാല്യൂ ആയിരിക്കും കാണിക്കുക എന്നുള്ളത്. പ്രൈമറി ഡൊമൈൻ കൺട്രോളർ നോക്കിയപ്പോൾ ആ മെഷീൻ്റെ പേര് തന്നെയാണ് അവിടെ കണ്ടത്. ഇനി നമ്മൾ അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ വയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണുമെന്ന് നമുക്കൊന്ന് നോക്കാം. ടൂൾസിൽ ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഓപ്പൺ ആയി വരാൻ ഇച്ചിരി ടൈം എടുക്കും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടേഴ്സ് empty ആണ്, ഡൊമൈൻ കൺട്രോളേഴ്സിനകത്ത് കാണാം. ഇവിടെ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സ് ഒക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. മനോജ് നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തതാണ്, FT admin ഞാൻ ഉപയോഗിക്കുന്ന യൂസറാണ്. ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അഗെയിൻ ഓപ്പറേഷൻ മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും കാണുന്നത് എന്താണ്, വിൻഡോസ് 2022 ആണ് ഇവിടെ നമ്മൾ കാണുന്നത്, ഓപ്പറേഷൻ മാസ്റ്റേഴ്സ്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഉള്ളത് 2022 ആണ്, PDC 2022 ആണ്, ഇൻഫ്രാസ്ട്രക്ചർ 2022. ഇതിൻ്റെ മീനിങ് പ്രൈമറി ഡൊമൈൻ കൺട്രോളർ ഇതല്ല, ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന മെഷീൻ അല്ല. പ്രൈമറി ഡൊമൈൻ കൺട്രോളർ ആരാണ്, 2020 നമ്മളെ മെയിൻ DC ആണെന്ന്, 2022 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള DC ആണെന്ന് പറയുന്നുള്ളൂ. പിന്നെ ഇത് നമുക്ക് കമാൻഡ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. അതിന് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് PowerShell റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക, എന്നിട്ട് നെറ്റ്ഡോം ക്വറി FSMO എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്, ഇത് റൺ ചെയ്താൽ മതി. റൺ ചെയ്ത് കഴിഞ്ഞാൽ FSMO ആരാന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്ത് തരും. ഇപ്പം നമുക്ക് കാണാം, സ്കീമ, ഡൊമൈൻ നെയിമിംഗ് മാസ്റ്റർ, PDC, RID, ഇൻഫ്രാസ്ട്രക്ചർ 5 റോളും ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് വിൻഡോസ് 2022 ആണ്. മീൻസ് നമ്മൾ പ്രൈമറി DC എന്ന് പറയുന്നത് ഈ മെഷീൻ അല്ല. ഈ മെഷീൻ്റെ പേര് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമുക്ക് ജസ്റ്റ് ഹോസ്റ്റ് നെയിം സെർച്ച് ചെയ്താൽ മതി, ഇവിടെ കാണാം വിൻഡോസ് 2019 ആണ്. സോ ഈ മെഷീൻ അല്ല പ്രൈമറി ഡൊമൈൻ കൺട്രോളർ ആരാണ്, 2022 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സ്കീമയുടെ കാര്യങ്ങൾ, ഈ ഒരു FSMO റോളിൻ്റെ ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു മെഷീൻ അല്ല എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പ്രൈമറി DC-ക്കകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് DNSൻ്റെ കേസ്, നമുക്കൊരു DNSൽ പുതിയൊരു എൻട്രി ഇടണമെങ്കിലോ പുതിയൊരു മെഷീൻ ജോയിൻ ചെയ്യിക്കണമെങ്കിലോ ഈ DC-യുടെ ഹെൽപ്പോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. സി ഇവിടെ DNSൽ അവിടെയുള്ള എല്ലാ സെറ്റിങ്സും ഇവിടേക്ക് റെപ്ലിക്കേറ്റ് ആയിട്ടുണ്ടാവും. സി എല്ലാ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സെറ്റിങ്സും ഇവിടേക്ക് റെപ്ലിക്കേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ 2019 ആണിത്. ഇതിൻ്റെ അപ്ഡേറ്റ് അസോസിയേറ്റഡ് പോയിന്റർ യൂഷ്വലി അത് താനെ വരാറുണ്ട്. ഈ ഒരു കേസിൽ അത് എന്ത് പറ്റിയെന്ന് ചെക്ക് ചെയ്യണം നമുക്ക്. സി അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത ചേഞ്ച് നമുക്ക് 2022 പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ADC-ക്കകത്തുനിന്ന് അത് ചെയ്തത്, അഡീഷണൽ ഡൊമൈൻ കൺട്രോളറിനകത്തുനിന്നാണ് DNSൻ്റെ ആ ഒരു സെറ്റിങ്സ് നമ്മൾ ചേഞ്ച് വരുത്തിയത്, അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ അതിവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടൈം എടുക്കും, കാരണം ഇപ്പോൾ നമ്മൾ റെപ്ലിക്കേഷൻ നടന്നിട്ടില്ല. അപ്പം പ്രൈമറി ADC-ക്കകത്തുനിന്ന് പ്രൈമറി DC-ക്കകത്തേക്കുള്ള റെപ്ലിക്കേഷൻ നടന്നു കഴിയുമ്പോഴേ അത് ഈ ഒരു അപ്ഡേഷൻ ഇവിടെ റിഫ്ലക്റ്റ് ആവും. ഇതിന് നമുക്ക് റെപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. rep admin എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്, നമുക്കത് ജസ്റ്റ് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അഡ്മിനിസ്ട്രേറ്റർ, സോറി, ഓക്കെ, PowerShell rep admin ഷോ റെപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ലാസ്റ്റ് എപ്പോൾ നടന്നു, ഇപ്പോഴത്തെ റെപ്ലിക്കേഷൻ്റെ കണ്ടീഷൻ എന്താണ് എന്നൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഏറ്റവും ലാസ്റ്റ് നടന്നിരിക്കുന്ന റെപ്ലിക്കേഷൻ 2:59 PM ആണ് ഈ സെർവറിനകത്തുള്ള ടൈം, UTC ടൈമാണ്. 2:56 ലാസ്റ്റ് അപ്ഡേഷൻ, 2:56, 2:58 ലാസ്റ്റ് റെപ്ലിക്കേഷൻ നടന്നിട്ടുള്ളത്. സോ അടുത്ത കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് വീണ്ടും റെപ്ലിക്കേഷൻ നടക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം,
ഈ പറഞ്ഞ ഇൻഫർമേഷൻ നമുക്ക് ഇവിടേക്ക് പുഷ് ചെയ്യും. ഇനി എങ്ങനെ ഫോഴ്സ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും? അതിനും ഒരു കമാൻഡ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും എമർജൻസി ഇതുപോലെ ചേഞ്ചസ് ഒക്കെ വരുത്തിയത് നമുക്ക് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു കമാൻഡ്സ് ഉണ്ട്. ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ മീൻസ് അത് കംപ്ലീറ്റ് ആയി. നമുക്ക് ഷോ റെപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ടൈം ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവുമല്ലോ. 59 ഓക്കെ, 59-ന് ഇവിടെ 3 മണിക്ക് ഇത് റെപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് DNSലേക്ക് വന്നിട്ടുണ്ടോ നോക്കാം. മേ ബി അത് തിരിച്ചുള്ള റെപ്ലിക്കേഷൻ നടക്കാത്തതുകൊണ്ട് ഉണ്ടാവുമോ എന്നറിയില്ല. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. DC-ലേക്കുള്ള റെപ്ലിക്കേഷൻ നടന്നിട്ടില്ല. 2016-ലേക്കുള്ള റെപ്ലിക്കേഷൻ മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ. ഒന്ന് ഫോഴ്സ് റെപ്ലിക്കേഷൻ കൊടുത്തു നോക്കാം. സ്റ്റിൽ DC അപ്ഡേറ്റഡ് അല്ല. AD/P കൂടെ കൊടുക്കാറുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇതേ സിങ്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമറി DC-ക്കകത്തും അഡീഷണൽ ഡൊമൈൻ കൺട്രോളറിനകത്തും ഈ സെയിം സെറ്റിങ്സ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. കൂടെ /A. ഓക്കെ, സോ DNS സെറ്റിങ്സ് റെപ്ലിക്കേറ്റ് ആയിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓവർ ദ ടൈം അത് താനേ നടക്കും. ആ റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ആ എൻട്രി ഇവിടേക്ക് വന്നു. ഇത് നമ്മളിപ്പോൾ ഫോഴ്സ്ഫുള്ളി ചെയ്തത് നമുക്ക് ഇപ്പം തന്നെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഇതേ ഫോഴ്സ്ഫുൾ മെത്തേഡ് ആവശ്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെതായ ടൈമിൽ താനേ നടന്നോളൂ. സോ നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് പുഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ കാര്യമാണ്. ഇതാണ് അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DC-യുടെ എല്ലാ ഫങ്ഷൻസും അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ വെച്ചിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെയുള്ള ഒരു കാര്യമാണ് നമ്മൾ അടുത്ത ഇന്നത്തെ ടോപ്പിക്കാണ് RODC. RODC എന്ന് പറയുമ്പോൾ എന്താണ്? റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ. എന്താണ് അതിൻ്റെ വ്യത്യാസം? റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളറും മറ്റേ നമ്മൾ യൂഷ്വൽ ഇതും ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന അഡീഷണൽ ഡൊമൈൻ കൺട്രോളറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം കണക്ട് ആവുന്നതിൻ്റെ ഒരു സ്ലോ ആണ്. ഇപ്പോൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ ഈ മെഷീൻ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മെഷീൻ ഇപ്പോൾ വർക്ക് ഗ്രൂപ്പിലായിരിക്കും കിടക്കുന്നത്. നമ്മൾ മുന്നേ ഫസ്റ്റ് കണ്ട പോലെ ഈ മെഷീൻ ഇപ്പോൾ വർക്ക് ഗ്രൂപ്പിലായിരിക്കും കിടക്കുന്നത്. വർക്ക് ഗ്രൂപ്പിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കിനി എങ്ങനെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ചെയ്ത അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ ചെയ്ത സമയത്ത് ആ മെഷീൻ നമ്മൾ ഓൾറെഡി ഡൊമൈൻ അണ്ടറിൽ ജോയിൻ ചെയ്തിരുന്നു. ഈ മെഷീൻ പറഞ്ഞു ഡൊമൈൻ അണ്ടറിൽ ജോയിൻ ചെയ്തിട്ടില്ല, നമ്മളൊരു ലോക്കൽ യൂസറെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഒരു ഡൊമൈൻ കൺട്രോളർ അണ്ടറിൽ നമ്മൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരി, അങ്ങനെ ഒരു റിക്വയർമെന്റ് ഒന്നുമില്ല. നമുക്ക് ഡൊമൈൻ കൺട്രോളറിന്റെ അണ്ടറിൽ ജോയിൻ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും, ഈ മെഷീനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ കയ്യിൽ ഡൊമൈൻ അഡ്മിൻ പ്രിവിലേജ് ഉള്ള ഒരു യൂസർ ഉണ്ടെങ്കിൽ. അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം എന്നാണ് അതിൻ്റെ റോൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. സോ അതിനുവേണ്ടി നെക്സ്റ്റ് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസിൻ്റെ റോൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഫീച്ചർ സെലക്ട് ചെയ്ത് ഇവിടെ ഞാൻ 3.5 ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ യൂഷ്വലി എപ്പോഴും പറയും ഇത് ചെയ്യണം നമ്മൾ പറയാറുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, പ്രത്യേകിച്ച് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അത്
സിമ്പിളായിട്ട് തന്നെ അത് എന്താവും കണക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. നമ്മളിത് കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള ലെവലിൽ നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് കൊടുക്കുക. റീസ്റ്റാർട്ട് ഡെസ്റ്റിനേഷൻ സെർവർ ഓട്ടോമാറ്റിക്കലി ഇഫ് റിക്വയർഡ് ദെൻ ഇൻസ്റ്റാൾ. ഇത് കംപ്ലീറ്റ് ആവണം. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു. കമാൻഡ് പ്രോംപ്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, NS ലുക്കപ്പ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. NS ലുക്കപ്പ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ വിൻഡോസ് നമ്മളെ DC-യിലേക്ക് ഇത് റിസോൾവ് ആവുന്നുണ്ട്. അതിനർത്ഥം ഇതെന്താണ്, പ്രൊമോട്ട് ചെയ്യാനോ DC ആയിട്ട് കണക്ട് ചെയ്യാനോ ഇത് കേപ്പബിൾ ആണെന്നാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിന് മുന്നേ തന്നെ മെഷീൻ്റെ IP ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് എന്തുണ്ട്, ഓക്കെ, മെഷീൻ IP നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ DNSൻ്റെ IP നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണത് ഓട്ടോമാറ്റിക്കായിട്ട് റിസോൾവ് ആയത്. വൺസ് ഈ റോൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ മെഷീൻ ഡൊമൈൻ അണ്ടറിൽ അല്ലെങ്കിൽ പോലും നമുക്കിതിനെ പ്രൊമോട്ട് ചെയ്തെടുക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് DC പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിലും എന്ത് കണ്ടീഷൻ ആണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ടൈം, മെഷീൻ സെർവറിനകത്തുള്ള ടൈം എപ്പോഴും സിങ്ക്ഡ് ആയിരിക്കണം. ഇപ്പം ഇതിൻ്റെ ടൈം സോൺ വേണമെങ്കിൽ UTC കീപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യക്കകത്തുള്ള മെഷീൻ ആണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ടൈം എന്തായിരിക്കണം, ഗ്ലോബലി യൂണീക്ക് ആയിരിക്കണം. ഗ്ലോബലി അത് സിങ്ക്ഡ് ആയിരിക്കണം. കാരണം DCക്കകത്ത് ഒരു ടൈം കിടക്കുന്നുണ്ട്, നിങ്ങളെ സെർവറിനകത്ത് വേറൊരു ടൈം ആണെങ്കിൽ അത് പ്രോബ്ലം ആണ്. ടൈം സോൺ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ടൈമിലെ ഡിഫറൻസ് അല്ല, ടൈം സിങ്ക്ഡ് ആണത്. കാരണം പ്രൈമറി DC കിടക്കുന്നത് ചിലപ്പം UTCക്കകത്തായിരിക്കും, നിങ്ങളെ മെഷീൻ കിടക്കുന്നത് ചിലപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലായിരിക്കും. പക്ഷെ സിങ്ക്ഡ് ആണെന്ന് പറയുന്നതിന് അർത്ഥം ഒരിക്കലും അവിടെ 5 മണി കാണിച്ചാൽ നിങ്ങളെ മെഷീനിലും 5 മണി കാണിക്കണം എന്നുള്ള മീനിങ് ഇല്ല. സിങ്ക്ഡ് ആവണം എന്ന് പറയുന്നതിന് ഒറ്റ മീനിങ് ഉള്ളൂ, അത് ഗ്ലോബലി സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം. സെർവറിലെ സമയം UTCയിലാണെങ്കിൽ അതിൻ്റെ കൂടെ 5:30 കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഇന്ത്യക്കകത്ത് ഇരിക്കുന്ന മെഷീൻ്റെ സമയമായിരിക്കണം കാണിക്കേണ്ടത്. അത്രയേ ഉള്ളൂ സിങ്ക് ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ മീനിങ്. നമുക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഒരു ചേഞ്ച് നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇട്ടിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനത് ചേഞ്ച് ചെയ്തു. പിന്നെ ടൈം ഇവിടെ 8:30 ആയിരുന്നു ടൈം കാണിക്കുന്നുണ്ട്. സോ എന്തായി, ഇവിടെ റോൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ദി സെർവർ ടു എ ഡൊമൈൻ കൺട്രോളർ നമ്മൾ ഓൾറെഡി കൊടുത്തു, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതിനെ ആഡ് എ ഡൊമൈൻ കൺട്രോളർ ടു എൻ എക്സിസ്റ്റിംഗ് ഡൊമൈൻ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡൊമൈൻ നെയിം കാണിക്കുന്നില്ല. നമ്മൾ സെലക്ട് കൊടുത്താലും പ്രത്യേകിച്ച് ഒന്നും വരില്ല, ഒരു ലോഗിൻ യൂസർ നെയിം പാസ്വേഡിൻ്റെ ഫീൽഡേ വരുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാണ്, ക്രെഡൻഷ്യൽ എന്നുള്ളത് ചേഞ്ച് കൊടുക്കുക. എൻ്റെ ക്രെഡൻഷ്യൽ ftadmin@necroman.local. ഇനി അതിൻ്റെ പാസ്വേഡ് ഞാനിവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡൊമൈൻ നെയിമും ഇവിടെ FT എന്നുള്ള ഡീറ്റെയിൽസും അതിൻ്റെ യൂസർ നെയിമും ഇവിടെ വരും. ഇപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഈ മെഷീൻ ഇപ്പോഴും വർക്ക് ഗ്രൂപ്പിലാണ് കിടക്കുന്നത്, ഡൊമൈൻ അണ്ടറിലല്ല. സോ ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ബാക്കി നിങ്ങൾ ചെയ്ത എല്ലാ സ്റ്റെപ്പും ADC ചെയ്യാനെടുത്ത ആ സെയിം സ്റ്റെപ്പാണ്. ഇവിടെ അഡീഷണൽ ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് നമ്മൾ റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോൾ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈറ്റോ കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. പിന്നെ അതുപോലെ DNSന്റെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. പറ്റുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ സ്പെസിഫിക് സെക്യൂരിറ്റി റീസൺ ഒക്കെ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളിലും സമയങ്ങളിലും മാത്രം എന്ത് ചെയ്യുക, ഇതൊക്കെ ടിക്ക് എടുത്ത് കളയുക. കാരണം ഇത് ടിക്ക് എടുത്ത് കളഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ DC വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അത് എപ്പോഴും പോയിട്ട് എന്ത് ചെയ്യും, മെയിൻ PDCക്കകത്ത് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും ജസ്റ്റ് മൈൻഡിൽ വയ്ക്കുക. ഇപ്പോൾ റീഡ് ഓൺലി ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് കൊടുക്കുക. ബാക്കി DSRM പാസ്വേഡ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഓക്കെ, പിന്നെ ഇതിൽ RODCക്കകത്ത് ഡെലിഗേറ്റഡ് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, RODC മാനേജ് ചെയ്യുന്നുണ്ടാവുക ഒരു സിസ്റ്റം അഡ്മിൻ ആയിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണ്, RODC എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്, റീഡ് കാണാൻ വേണ്ടി മാത്രമാണ്. അതിലെ ഡൊമൈനകത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രമാണ് ആ യൂസർ ഉപയോഗിക്കുന്നത്, ആ ഒരു സെർവർ ഉപയോഗിക്കുന്നത്, ആ ഒരു ഡൊമൈൻ കൺട്രോളർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ ലെവൽ ആളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ ഡിപ്ലോയ് ചെയ്താൽ മതി. അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, RODC ഡിപ്ലോയ് ചെയ്യുന്നത്. ജസ്റ്റ് ഒതന്റിക്കേഷനും യൂസർ ഒതന്റിക്കേഷനും DNS വെരിഫിക്കേഷനും കാര്യങ്ങളും മാത്രം കൃത്യമായി നടന്നാൽ മതി. ആ സെർവർ അവിടെ നിന്ന് മാനേജ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ അവിടെ നമ്മളൊരു അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുകൾ എന്ത് ചെയ്യും, അവിടെയുള്ള ആളുകൾ ചിലപ്പോൾ ഇത് കളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇത് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഒരു യൂസറേയും കൂടെ സെലക്ട് ചെയ്യുക, അത് മാനേജ് ചെയ്യാനുള്ള ഒരു യൂസറേയും കൂടെ സെലക്ട് ചെയ്യണം.
അപ്പോൾ ആ യൂസർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു യൂസർ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. മനോജ് സി മനോജിന് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ അഡ്മിനായിട്ട് ഡെലിഗേറ്റഡ് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിന് എന്ത് ചെയ്യാണ്, ഓട്ടോമാറ്റിക് എടുത്ത് അലോഡ് RODC പാസ്വേഡ് റെപ്ലിക്കേഷൻ ഗ്രൂപ്പിനകത്തേക്ക് വരും. പിന്നെന്താണ് ബാക്കി എല്ലാ പെർമിഷൻസും ഇവിടെ സെറ്റായി വന്നോളും. ഓക്കെ, ബാക്കി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്കിപ്പം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് ജസ്റ്റ് ഏതൊക്കെ റെപ്ലിക്കേഷൻ നടക്കണം, ഏതൊക്കെ നടക്കണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പാസ്വേഡ് റെപ്ലിക്കേഷൻ്റെ കേസസ് ആണ്. അത് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ആ സമയത്ത് നോക്കാം. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. റെപ്ലിക്കേഷൻ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതാണ്. നമുക്ക് വേണം എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ എനിയാണ് കൊടുത്ത്, ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യാണ്, തൊട്ടടുത്ത് നമ്മളുടെ ഉള്ളത് ഈ അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ ആണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, റെപ്ലിക്കേഷൻ എടുക്കാം. നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ വരാൻ പോകുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഈ മെഷീൻ നിന്നാണ് നമ്മൾ റെപ്ലിക്കേഷൻ എടുക്കുന്നതെങ്കിൽ ഈ മെഷീൻ അപ് ടു ഡേറ്റ് ആയാൽ മാത്രമേ നമ്മുടെ RODCയും അപ് ടു ഡേറ്റ് ആവും. അവിടെ അങ്ങനെ ഒരു ഡ്രോബാക്ക് മാത്രമേ ഈ ഒരു സെറ്റിങ്സിലുള്ളൂ. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും കോമൺ തന്നെ, വായിച്ച് നോക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇൻസ്റ്റലേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വൺസ് ഇത് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് റീസ്റ്റാർട്ട് ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ചേഞ്ചസ് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഈ മെഷീൻ എന്താണ് വർക്ക് ഗ്രൂപ്പിനാണുള്ളത്. റീസ്റ്റാർട്ട് ആയി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡൊമൈൻ അണ്ടറിലായിരിക്കും. അതൊരു ഡൊമൈൻ കൺട്രോളർ കൂടെ ആയിരിക്കും. ഇൻസ്റ്റലേഷൻ്റെ ടൈം, ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണോ ADC എടുത്തത് അങ്ങനെയുള്ള കാര്യം അത്ര തന്നെ ഇതിനും വരുള്ളൂ. വേറെ ചേഞ്ച് ഒന്നുമില്ല. ഇത് റീഡ് ഓൺലി ആയിരിക്കും എന്നുള്ള ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഇതിപ്പോൾ റീസ്റ്റാർട്ട് ആയിക്കോളും. യെസ്, റീസ്റ്റാർട്ടിങ് ആയി. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ്, ഇതാണ് നമ്മുടെ പ്രൈമറി DC. പ്രൈമറി DCക്കകത്ത് നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ മെഷീൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടോ നോക്കാം. ആ മെഷീൻ കമ്പ്യൂട്ടേഴ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. കാരണം എന്താണ്, ഡൊമൈൻ കൺട്രോളർ തന്നെയാണത്. ഇവിടെ RODC നിങ്ങൾക്ക് കാണാൻ പറ്റും. റീഡ് ഓൺലി ഗ്ലോബൽ കാറ്റലോഗ്. അപ്പോൾ ഈ മെഷീനകത്ത് നിന്ന് വരുന്ന ഒരു ചേഞ്ചും എന്ത് ചെയ്യില്ല, മറ്റ് രണ്ട് സെർവറിനകത്തേക്ക് റെപ്ലിക്കേഷൻ വരില്ല. കാരണം ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. ഈ രണ്ട് ഡൊമൈൻ കൺട്രോളർ ഉപയോഗിച്ച് വരുത്തുന്ന ചേഞ്ചസ് ഇവിടേക്ക് റെപ്ലിക്കേറ്റ് ആവുക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ.
ഓക്കെ, മോർ ചോയ്സ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ftadmin@necroman.xyz. എപ്പോഴും ശ്രദ്ധിക്കുക, പബ്ലിക് ഡൊമൈൻ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ റെസൊല്യൂഷൻ വരാനുള്ള പല ഇഷ്യൂസും വരാം. കാരണം നെറ്റിനകത്ത് ഓൾറെഡി അത് വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യാണ്, അവിടെ നമ്മൾ എന്തടിച്ചു കൊടുത്താലും ഇത് വർക്ക് ചെയ്യില്ല. കാരണം ഇതുപോലെ ഡൊമൈൻ ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരും. ഇൻ്റർനെറ്റുള്ള മെഷീനൊക്കെ ആണെങ്കിൽ അത് കയറി അവിടേക്ക് മറ്റ് നെറ്റുള്ള ഇതിലേക്ക് റിസോൾവ് ആവും. പിന്നെ നമുക്ക് ഇവിടെ റിസോൾവ് ആവാത്ത പ്രശ്നം വരും. അപ്പം അങ്ങനെ ആകെ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ലോക്കൽ ആവശ്യത്തിന് എപ്പോഴും പ്രിഫറബിൾ .ലോക്കൽ എന്നുള്ളതാണ്. നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈൻ ഉപയോഗിക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾ DNSനകത്ത് തന്നെ ഇരിക്കണം മാനേജ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പം അല്ലാത്ത പക്ഷം അത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടെ AD പ്രൊമോട്ട് ആയിട്ടുണ്ട്. ADക്കകത്ത് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ചെക്കിങ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അങ്ങനെ ഒരാൾ ഇവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. ആ ചെക്കിങ് സെർവർ മാനേജറിൻ്റെ ചെക്കിംഗ് ആണ്. ഇതിൽ എന്തൊക്കെ സർവീസ്, എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നത് ഒരു 1 ടൈം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പാരലലി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് വരും, ടൈം എടുക്കുമെന്ന് മാത്രം. ഫസ്റ്റ് ഇനീഷ്യൽ ചെക്കിംഗ് നടക്കുന്നതുകൊണ്ടുള്ള ഡിലേ ആണ്. ഓക്കെ, സോ നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമുക്കിതൊന്ന് കയറി നോക്കാം. നമ്മളെ DNS ഇവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഡൊമൈൻ അഡ്മിൻ യൂസറെ കാണാൻ പറ്റും, FT അഡ്മിൻ. അതുപോലെ തന്നെ എന്താണ്, സെർവർ മാനേജറിനകത്ത് വന്നിട്ട് ടൂൾസിനകത്ത് DNS. ഈ DNS ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ DNS നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതല്ല. ഈ DNS സ്റ്റേ വിത്തൗട്ട് എഡ്ജ് ഓപ്പൺ ആയതാണ്. ഓക്കെ, കണ്ടിന്യൂ വിത്തൗട്ട് ഗൂഗിൾ ഡാറ്റ കണ്ടിന്യൂ. ഓക്കെ, സോറി. അപ്പോൾ ഈ DNS നമ്മൾ ഇപ്പോൾ കോൺഫിഗർ ചെയ്തതല്ല. ഈ DNS നമ്മൾ നേരത്തെ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നേരത്തെ ഉണ്ടായിരുന്ന ഡൊമൈനകത്ത് 22, ഓക്കെ 22നകത്തായിരുന്നു നമ്മൾ ആദ്യത്തെ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ DNSനകത്ത് കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു സാധനം കൂടെ കാണാം. ഇതൊക്കെ DNSമായി ബന്ധപ്പെട്ടുള്ള പല സെറ്റിങ്സുമാണ്. ആ സെറ്റിങ്സ് ഇവിടെ മിസ്സിങ് ആണെന്ന് കാണാം. നിങ്ങൾ DNS ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തതിനകത്ത് അത് കാണില്ല. അപ്പം എല്ലാ സെറ്റിങ്സും ഇല്ലെങ്കിലും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതുകൂടെ വരുന്നതാണ് ബെറ്റർ എന്ന് മാത്രം. അത് ബൈ ഡിഫാൾട്ടായിട്ട് ക്രിയേറ്റ് ആയി വരുന്നതാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഈ ഒരു മെയിൻ ഡൊമൈൻ്റെ അണ്ടറിലാണെന്ന് മാത്രം. ഓക്കെ, പിന്നെ റിവേഴ്സ് ലുക്കപ്പ് സോണിനകത്തൊക്കെ ആവശ്യമുള്ള എല്ലാ എൻട്രീസ്, ഈ എൻട്രി ഒന്നും നമ്മൾ ഇട്ടതല്ല, ഇതൊക്കെ താനേ ക്രിയേറ്റ് ആയി വന്നതാണ്. അതേം പറഞ്ഞാൽ DNS ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഈ പരിപാടിയാണ്. പ്രോപ്പർ സെറ്റിങ്സ് ഒതൻറ്റിക്കേഷനോട് കൂടി അതിനെ മൊത്തം ഇതിനെ പ്രൊമോട്ട് ചെയ്ത് വിടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നെയിം സെർവർ എന്നുള്ളിടത്ത് നിങ്ങളുടെ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ബാക്കി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രോപ്പറായിട്ട് കയറിയിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ പോയിന്റ് ഇട്ടിരുന്നത് 10.0.0.4 necroman.xyzക്ക് മാത്രമായിരുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വിൻഡോസ് സെർവർ .necroman.xyz എന്ന് പറയുന്ന FQDNലേക്ക് അതിനെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഈ മെഷീൻ്റെ പേരും ഡൊമൈൻ നെയിമും കൂടിയിട്ട് FQDNലേക്ക് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അപ്പോൾ എക്സിസ്റ്റിംഗ് ഉള്ള ഡൊമൈനിനെ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യാതെ, അതിൻ്റെ ഒരു എൻട്രീസും ഡിലീറ്റ് ആവാതെ ആവശ്യമുള്ള ഡാറ്റ അഡീഷണൽ അതിലേക്ക് വെച്ച് ഡെലിഗേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഉള്ള ഇതിൻ്റെ ആക്റ്റീവ് ഡയറക്ടറിയുമായിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ,